അസ്സലാമലൈക്കും. ഇതുപോലെ കരിയും പുകയൊക്കെ അടിച്ച് കറുകറുത്ത കലങ്ങളും പാത്രങ്ങളും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും അല്ലേ? എങ്കിൽ അങ്ങനത്തെ പാത്രങ്ങളെ താഴത്തെ വീഡിയോയിൽ കാണുന്ന പോലെ വെളുപ്പിച്ചെടുത്താലോ? കൂടുതൽ നമ്മൾ അടുപ്പിലൊക്കെ ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ടാണല്ലേ കൂടുതൽ കരിയും പുകയൊക്കെ അടിച്ച് ഇങ്ങനെ കറുകറുത്ത് പോകുന്നത്. അത് നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നല്ല അടിപൊളിയായിട്ട് വെളുപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ പാത്രങ്ങളെ. ആദ്യം ഇതിന് വേണ്ടത് മുട്ടത്തോടാട്ടോ. നല്ലതായിട്ട് ഫൈനായിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തരിതരിപ്പ് വേണം കേട്ടോ. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനത്തെ ഒരു തരിതരിപ്പ് വേണം കേട്ടോ. നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞ് വരണ്ട. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഏതെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഒഴിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് സോഡയും കുറച്ച് വെള്ളവും കൂടിയിട്ട് വേണം. ഇത്രയേ ആവശ്യമുള്ളൂ. എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലേ ഇതെല്ലാം. അപ്പോൾ ഇത്ര സാധനങ്ങൾ വെച്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം തിളക്കമുള്ളതാക്കി മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത പാത്രം, ഞാൻ കലമാണ് എടുക്കുന്നത്, ചോറൊക്കെ വെക്കുന്ന കല കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിൽ അരി വെക്കുന്ന കലമാണ്. അവിടെ ഒരു സൈഡ് ആദ്യം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ഉരയ്ക്കുന്നതേ ഉള്ളൂ. ഭയങ്കര പിടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ. കൈയും കാലും മുട്ടൊന്നും വയ്യാത്ത അമ്മമാർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു ടിപ്പെന്ന് പറയുന്നത്. ചെറുതായിട്ട് ഞാനിങ്ങനെ ഉരച്ചപ്പോൾ തന്നെ കണ്ടോ ആ ഭാഗത്തെ കരിയും പൊക്കെയൊക്കെ മാറിയതാ. കണ്ടോ, ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാവേ. നന്നായിട്ട് അവിടെ തിളങ്ങിയത് കാണാം. ഈ ഒരു വശവും ആ ഒരു വശവും കൂടിയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇവിടെ നല്ല രീതിയിൽ കരി പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയും കൂടി ഒന്നും കൂടി ഉരച്ച് കാണിച്ചു തരാം കേട്ടോ. സ്ക്രബ്ബർ ഞാൻ ചെറുതായിട്ട് ഉരയ്ക്കുന്നേ ഉള്ളൂ. കൈ വയ്യാത്ത അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും, അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. വലുതായിട്ടൊന്നും പിടിക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ ഉരയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അകത്തെ കരിയൊക്കെ മാറുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെ വേറൊരു ടിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് യൂസ്ഫുള്ളായിരിക്കും. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ആ ഷോർട്ട് വീഡിയോയും കൂടി കയറി കാണണം. കണ്ടോ, ഇപ്പം നല്ല രീതിയിൽ തിളങ്ങിയില്ലേ. ഞാൻ ചെറുതായിട്ടൊന്ന് തേച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും മാറിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലവും ആ ഒരു സ്ഥലവും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ മുമ്പ് ഇവിടെയാണ് തേച്ചത്. കണ്ടോ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു കലം മുഴുവനായിട്ട് നല്ലപോലെ തേച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഈ ഒരു കലം ഫുള്ളായിട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ എന്തുമാത്രം കരിയും പുകയൊക്കെയാണ് ഈ ഒരു പാത്രത്തിലിരിക്കുന്നത്. ഇതിൻ്റെ മൂട് ഭാഗമാണ് കൂടുതലായിട്ട്, നമ്മൾ ഈ വിറക് അടുപ്പിലേക്ക് വെക്കുന്ന ഈ ഒരു ഭാഗമാണ് കൂടുതലായിട്ട് കരി പറ്റുന്നത്. ഞാൻ അവിടെയൊക്കെ ഫുള്ളായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. അതായത് ഈ കലത്തിൻ്റെ ഉള്ളും വെളിയും എല്ലാം ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് കഴുകി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കേ, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഇനി ഈ കലമല്ല, നേരത്തെ കണ്ട കലമല്ല, ഇത് പുതിയ വേറെ ഏതെങ്കിലും കലമാണെന്നൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ചെറിയൊരു അടയാളമൊക്കെ നോക്കി വെച്ചേക്കൂ കലത്തിൻ്റെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതേ സെയിം കലം തന്നെയാണ്. ഞാൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് പുതിയ കലം പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കലം എന്ന് പറയുന്നത്. നോക്കിയേ, നന്നായിട്ട് തിളങ്ങുന്നില്ലേ? നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ ആരും പറയില്ല ഇതുപോലെ കരിയും പുകയും തീയൊക്കെ പിടിച്ച് ഒരു മൂലയ്ക്ക് കിടന്ന പാത്രമാണെന്ന് ആരും പറയത്തില്ല. അത്രയ്ക്ക് രീതിയിലും നല്ല രീതിയിലും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഈ ഒരു കലം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് സൈഡിൽ കണ്ടു ഒരു പൈപ്പ്, നിങ്ങൾ ശ്രദ്ധിച്ചാലോ, അതിൽ ഫുള്ള് പായലാട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് അവിടെയും വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. നന്നായിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ പിടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ടാപ്പ് ഞാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ടാപ്പ് കഴിയുന്നത്. നോക്കിയാൽ ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോഴത്തേക്ക് അവിടെ വൃത്തിയാവുന്നതുണ്ടോ. നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ടോയ്ലറ്റ് ആയാലും ഈ സിങ്ങൊക്കെ ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചാണ് ഞാൻ കഴുകുന്നത്. സിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാത്രങ്ങൾ വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ, കക്കൂസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ ഈ ടൈൽസ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. അപ്പം ഞാൻ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് തന്നെ ഞാൻ ആ ഒരു പൈപ്പും ടാപ്പും ആ സിങ്ങും ഈ ഒരു പാത്രവും ഒക്കെ കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമാകും, അല്ലെങ്കിൽ എന്നെ ഇത്തിരിയെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.